എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കൈകാലുകൾക്കുണ്ടാകുന്ന തരിപ്പ്, അതുമല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പല്ലിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത്തരം അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും പലപ്പോഴും കാൽസ്യം ചെക്ക് ചെയ്യാറുള്ളത്. എന്നാൽ ഈ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം നമുക്ക് ഹാർട്ട്, ബ്രെയിന്, അതുപോലെ തന്നെ നാഡികളുടെ പ്രവർത്തനം, ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷനും കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് അറിയാം? ഓർമ്മക്കുറവ്, കൈകാലുകൾക്കുണ്ടാകുന്ന ചുട്ടുപൊകച്ചിൽ, ബുദ്ധിയിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ കൈകാലുകൾക്കുള്ളിലുണ്ടാകുന്ന കുത്തിയുള്ള ഒരു തരത്തിലുള്ള സെൻസേഷൻ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാൽസ്യത്തിൻ്റെ കുറവുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റ്സ് എടുക്കണം, എല്ലാ ബുദ്ധിമുട്ടിനും കാൽസ്യം സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ടോ, അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ശരീരത്തിലെ 90% പ്രവർത്തനത്തിനും കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പൊതുവെ കാൽസ്യം കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പല്ലിലും അതുപോലെ തന്നെ എല്ലിലും തന്നെയാണ്. അത് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നുള്ള രൂപത്തിലാണ് ഇത് രണ്ടിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് 98 മുതൽ 99% വരെയും ഈ പല്ലിലും എല്ലിലും തന്നെയാണ് കാൽസ്യം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ബാക്കി 1% മാത്രമാണ് നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കാണപ്പെടുന്നത്. ഈ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കലി രക്തത്തിലോട്ട് വരികയും ബാക്കിയുള്ള പ്രവർത്തനത്തിനെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിലും, പലതരത്തിലുള്ള നാഡികളുടെ പ്രവർത്തനത്തിനും എല്ലാം കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി പലപ്പോഴും ക്ഷീണം, തളർച്ച, തലകറക്കം, തലവേദന പോലെയുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ജനറലായിട്ട് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് തന്നെ നോക്കുക HB ആയിരിക്കും, ഹീമോഗ്ലോബിൻ്റെ അളവ്. അത് പലപ്പോഴും നോർമൽ ആയിരിക്കും. പിന്നെയും എന്താണ് ഈ കൈകാലുകൾക്കുള്ള തരിപ്പ്, എന്താണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും ഡോക്ടേഴ്സ് പലപ്പോഴും കാൽസ്യത്തിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുമോ എന്നുള്ളത് പറയാറുള്ളത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഡെഫിഷ്യൻസി നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കാൽസ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണിക്കാറുണ്ട്, ശരീരം കാണിച്ചു തരാറുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എല്ലുകൾക്കും പല്ലുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകളും എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് കാണാറുള്ളത്. രണ്ടാമതായിട്ട് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ്, കൈയിൻ്റെ അടിയിൽ ചുട്ടുപുകയുന്നതും അതുപോലെ കാലിൻ്റെ അടിയിൽ ചുട്ടുപുകച്ചിൽ ഉണ്ടാവാറുണ്ട്. ഒരു തരം സൂചി കൊണ്ട് കുത്തുന്ന തരത്തിലുള്ള വേദന, അസ്വസ്ഥതകൾ കാലിൻ്റെ അടിയിലും കൈയിൻ്റെ ഉള്ളിലുമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് BP ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ BP ഉണ്ടാകുന്ന ചേഞ്ചസ്, കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാറുള്ളതായിട്ട് നമുക്ക് ജനറലായിട്ട് കാണാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കാലത്തുണ്ടാകുന്ന കൈകാലുകൾക്ക് ഉണ്ടാകുന്ന വേദന, ചിലപ്പോൾ അവർ കൈയും കാലും വേദനിച്ച് നമുക്ക് അമ്മമാരുടെ അടുത്ത് ഒഴിഞ്ഞു തരാനൊക്കെ പറയാറുണ്ട്. ഇത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ കാൽസ്യക്കുറവ് ഉണ്ടാവാറുണ്ട്. ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പഠന വൈകല്യം, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി കുട്ടികളിൽ കൂടുതലായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് OP വരുമ്പോൾ കാണാറുണ്ട്. പിന്നെ മസിലുകൾക്ക് ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തം, വിട്ടുമാറാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഫിറ്റ്സ്, അതുപോലെ തന്നെ വിട്ടുമാറാത്ത വേദന, കാര്യങ്ങളൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് ജനറലായിട്ട് നമുക്ക് കാണപ്പെടാറുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് നോർമലി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാൽസ്യം കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇത്തരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും കറക്റ്റ് രീതിയിൽ നമ്മുടെ ബ്ലഡിലോട്ട് കാൽസ്യം എത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനങ്ങളുമാണ് മെയിനായിട്ട് കാൽസ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളെ ബ്ലഡിൽ നിയന്ത്രിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. നമ്മുടെ നോർമലി നമ്മളെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളമാണ് നോർമൽ കാൽസ്യത്തിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 8.6 to 10.3 mg/dL നോർമലി നമ്മുടെ കാൽസ്യം ബോഡിയിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. പലപ്പോഴും 50 വയസ്സിന് കൂടുതലുള്ള ആൾക്കാർക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോഞ്ചി
ആയിട്ടുള്ള ബോൺ, സ്പോഞ്ചി ബോൺ എന്ന് പറയും. അതുമല്ലാന്നുണ്ടെങ്കിൽ മസിലുകൾക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷനിലോട്ട് നയിക്കുന്നത് കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. യഥാക്രമം നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടോ എന്നുള്ളത്, നമ്മുടെ എല്ലുകളിലൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെ എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ളതും കാൽസ്യത്തിൻ്റെ അളവൊക്കെ പ്രോപ്പർ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കാൽസ്യം നമുക്ക് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എത്തരം കാര്യങ്ങളിലാണ്, ഏതൊക്കെ ബോഡി പാർട്ടിനാണ് കാൽസ്യം ഉപയോഗമായിട്ടുള്ളത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് കാൽസ്യത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് കാൽസ്യം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലമുടി, അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, ഇതിനൊക്കെ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മുടി, നഖം, ഇതിൻ്റെയൊക്കെ യഥാക്രമമുള്ള വളർച്ചയ്ക്ക് കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ്. ബ്രെയിനിലുള്ള ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ബ്രെയിനിലോട്ട് സിഗ്നൽസ് പാസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും ശക്തിക്കും കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനും കാൽസ്യം അധികം ആവശ്യമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മെമ്മറി പവർ കൂട്ടാനും കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സ്റ്റാമിന കൂട്ടണം എന്നുണ്ടെങ്കിലും കാൽസ്യം നമ്മുടെ ശരീരത്തിൽ അനുയോജ്യമായ അളവിൽ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിലും കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ പ്രായമായവർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിവർത്താൻ ബുദ്ധിമുട്ടാണ്, കൈകാലുകൾക്ക് വിരലുകളൊക്കെ ഇങ്ങോട്ട് കോച്ചി പിടിച്ച് ഇങ്ങനെ ഇരിക്കും, പക്ഷെ നിവർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്നാണ് ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം. നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ക്ലോട്ട് ആവാൻ, അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കാൽസ്യത്തിൻ്റെ റോള് വളരെ വലുതാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിലും കാൽസ്യം നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായ രീതിയിൽ വേണം. ഇനി എപ്പോഴൊക്കെയാണ് കാൽസ്യം കുറയാൻ സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ശരിയായ രീതിയിൽ അബ്സോർപ്ഷൻ നടക്കില്ല. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കാൽസ്യം അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുപോലെ തന്നെയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയാൻ സാഹചര്യം ഉണ്ടാകും. പിന്നെ മാരകമായിട്ട് പൊള്ളൽ ബോഡിയിൽ ഉണ്ടാവുന്ന സമയത്തും ഈ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യം നമ്മുടെ ബോഡിയിൽ നിന്നും ലോസ് ആവാനുള്ള ചാൻസ് വളരെ വലുതാണ്. പിന്നെ ചില ഇനം മരുന്നുകളുടെ ഉപയോഗം, അതായത് ഡൈയൂററ്റിക്സ്, പ്രഷറിനുള്ള മരുന്നുകൾ, ഇത്തരത്തിൽ പല പല മെഡിസിൻസിൻ്റെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പം ബോഡിയിൽ നിന്നും കാൽസ്യം കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിഡ്നി കാൽസ്യത്തെ ഇങ്ങനെ അരിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം നമ്മുടെ കാൽസ്യത്തിൻ്റെ മെറ്റബോളിസത്തിന് താളം തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവിന്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത്തരത്തിൽ നമ്മുടെ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാൽസ്യം സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇലക്കറികളും പച്ചക്കറികളും തന്നെയാണ്. രണ്ടാമതായിട്ട് ഫ്രൂട്ട്സ്, കൂടുതൽ തരിതരിന്നുള്ള ഫ്രൂട്ട്സ്, അതായത് ചിക്കു, ആപ്പിൾ, സബർജില്ലി, സപ്പോട്ട പോലെയുള്ള തരിതരിയുള്ള ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ചെറിയ മത്സ്യങ്ങൾ, മത്തി, ചൂര, നെത്തോലി പോലെയുള്ള, അയില പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ മാക്സിമം മുള്ളോടുകൂടി കഴിക്കാൻ ശ്രമിക്കുക. ഇതിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, കോഴിമുട്ട, അതുപോലെ തന്നെ മീറ്റ്, ഇതിലെല്ലാം കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നട്ട്സിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി എത്തരക്കാർക്കാണ് സപ്ലിമെന്റ്സ് കൂടുതലായിട്ട് എടുക്കേണ്ടി വരിക?
ചിലപ്പോൾ ഗർഭിണികൾക്കും അതുപോലെ തന്നെ മെനോപോസ് ഏജ് ഉള്ള ആൾക്കാർക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ട് എടുക്കണം എന്നുള്ളത്. അത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ രീതിയിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഭക്ഷണത്തിൽ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ചായയും കാപ്പിയും ഇതിലെ കഫെയിൻ എന്നുള്ള കണ്ടന്റ് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇത് ഒന്നില്ലെങ്കിൽ അയേണിൻ്റെയോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയോ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. പിന്നെ നട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നട്ട്സോ ധാന്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുതിർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൽ ഫിറ്റിക് ആസിഡ് എന്നുള്ള കണ്ടന്റ് ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ സാഹചര്യമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ബദാം, പിസ്ത, അതുപോലെ തന്നെ വാൾനട്ട് ഇതൊക്കെ ഒന്ന് കുതിർത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അതും മിഡ് മീലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെയും ഇടയ്ക്ക് കഴിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. പിന്നെ ധാരാളം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എസ്പെഷ്യലി മുളപ്പിച്ച പയറിലൊക്കെ ധാരാളം കാൽസ്യം റിച്ച് ആയിട്ടുള്ള സോഴ്സസ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ്. കാരണം വൈറ്റമിൻ ഡിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊള്ളുക തന്നെയാണ്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ബ്ലഡിൽ നിന്നും യഥാക്രമം അനുയോജ്യമായ രീതിയിൽ കാൽസ്യം നമ്മളെ ബോണിലോട്ടും അതുപോലെ തന്നെ ശരീരത്തിലോട്ടും ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂടും. വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്ന ആൾക്കാർക്ക് പൊതുവെ കാൽസ്യത്തിൻ്റെ അളവും ശരീരത്തിൽ കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്കിവിടെ വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് അത് റെപ്പട്രൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഹോമിയോയിൽ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ശാരീരികമായിട്ടുള്ള യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് ഇത് വളരെ നൈസായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.